കുറ്റം ചെയ്തത് നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ? ഇത് ദൈവകോപമാണ് ഗോപാലകൃഷ്ണ. നീ എന്നെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ? ഞാനല്ലേ നിന്നെ നിർബന്ധപൂർവം ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോ ഇത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചോന്ന് പറഞ്ഞത് മദ്യമാണോ? അതെ, കുടിച്ചിട്ട് ചെല്ലുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഭാര്യയുടെ വഴക്ക് പേടിച്ചിട്ടാ പോവാത്തത്. നിങ്ങൾ എന്നും മദ്യപിക്കുന്ന ആളാണോ? അപ്പൊ എന്നും കിടക്കുന്നത് ക്ഷേത്രത്തിലെ ആൾച്ചുവട്ടിലാണ്. അന്ന് ഇത്തിരി ഓവറായിരുന്നു. നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ. അന്നേ ദിവസം പ്രോസിക്യൂഷൻ സാക്ഷി മദ്യലഹരിയിലായിരുന്നു. വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിയിൽ മദ്യലഹരിയിൽ. അങ്ങനെ ഒരാൾ പറയുന്നത് എന്തുറപ്പിലാണ് നമ്മൾ തെളിവായി സ്വീകരിക്കുന്നത്? മദ്യലഹരിയിൽ പറയുന്ന ഒരാൾക്ക് എന്തും പറയാലോ. പിന്നീടത് ഓർമ്മയും കാണില്ല. തൊണ്ടിമുതലോടുകൂടി പിടിക്കപ്പെട്ട ഒന്നാം പ്രതിയും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന രീതിയിൽ ഹാജരാക്കിയ രണ്ടാം പ്രതിയും നിരപരാധികളാണെന്നാണോ ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ പറഞ്ഞു വരുന്നത്? യെസ് യുവർ ഓണർ, അവർ നിരപരാധികൾ തന്നെയാണ്. പ്രോസിക്യൂഷൻ വിറ്റ്നസ് പറഞ്ഞ ശബ്ദം കേട്ടുവന്ന അവസ്ഥ തന്നെയാണ് എന്റെ കക്ഷികൾക്ക് സംഭവിച്ചതും. ഒരു വ്യത്യാസം മാത്രം, എന്റെ കക്ഷികൾ മദ്യലഹരിയിലായിരുന്നില്ല. യഥാർത്ഥ പ്രതികൾ എന്റെ കക്ഷികളെ കണ്ടതും തൊണ്ടിമുതൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രോസിക്യൂഷൻ സാക്ഷികളായ PW1 PW2 വന്ന് കാണുന്നത് നിരപരാധികളായ എന്റെ കക്ഷികൾ തൊണ്ടിമുതലുമായി നിൽക്കുന്നതാണ്. പിന്നവിടെ നടന്നത് ബഹുമാനപ്പെട്ട കോടതിക്ക് ഊഹിക്കാവുന്നതാണ്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇവിടെ അങ്ങേക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നവർ തീർത്തും നിരപരാധികളാണ്. അപ്പോഴത്തെ സാഹചര്യം ഇവരെ കള്ളന്മാരാക്കിയതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് ജാമ്യം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. പ്രൊസീഡ്. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തും ഡിഫൻസ് വക്കീലുമായ അരുണ കൃഷ്ണമൂർത്തി നല്ലൊരു സിനിമാ തിരക്കഥാകൃത്ത് കൂടിയാണെന്ന് എനിക്കിവിടെ പറയേണ്ടി വരും. അവരെന്നോ കണ്ട ഒരു സിനിമയുടെ കഥ തന്നെയാണ് ഇന്നിവിടെ പറഞ്ഞത്. തൊണ്ടിമുതലോടുകൂടി പിടിക്കപ്പെട്ട ഒന്നാം പ്രതിയും കൂട്ടുപ്രതിയായി പിടിക്കപ്പെട്ട രണ്ടാം പ്രതിയും കുറ്റം ചെയ്തവർ തന്നെയാണ്. കുറ്റകൃത്യം അതീവ ഗൗരവമുള്ളതുമാണ്. കേസിൽ മറ്റു പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും വേണം. ജാമ്യം നൽകിയാൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനും അത് മറ്റു കുറ്റവാളികൾക്ക് കുറ്റകൃത്യത്തിനുള്ള പ്രചോദനമാവുകയും ചെയ്യും. അതുകൊണ്ട് ജാമ്യം നിഷേധിച്ച് തക്കതായ ശിക്ഷ നൽകി പൊതുസമൂഹത്തിന് നിയമത്തിലും കോടതിയിലുമുള്ള വിശ്വാസം സംരക്ഷിക്കണമെന്നും താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട് സർ. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനു മുമ്പ് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാപ്പ് തരണം. രോഗിയായൊരു മകളും അവളുടെ ഇത്രയും ഇല്ലാത്തൊരു കുഞ്ഞും എൻ്റെ സംരക്ഷണത്തിലാണ് വളരുന്നത്. രക്ഷിക്കണം. അവർക്ക് ഞാനല്ലാതെ മറ്റൊരാശ്രയമില്ല. ഇവ ഒരു പാവമാണ് ഏമാനെ. ഞാൻ പക്ഷെ അത്ര പാവമൊന്നുമല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ അത്യാവശ്യം തരികിടപ്പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. 2 വക്കീലന്മാരും അവരവരുടെ ജോലി ഭംഗിയായി എടുത്തു. ഇതിന്റെ വിധി എന്തായാലും ഒരു സത്യം ഞാൻ പറയാം. പറഞ്ഞില്ലെങ്കിൽ നിരപരാധിയായ എൻ്റെ സുഹൃത്ത് ശിക്ഷിക്കപ്പെടും. ഏമാനെ ഇത് പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയതും ഞാൻ തന്നെയാണ്. ഗോപാലകൃഷ്ണനെ അവൻ അറിയാതെ ഇതിൽ കൊണ്ടുവന്ന് പെടുത്തിയതാണ്. കാണിക്ക വഞ്ചി കുത്തി തുറന്നതും അതിനുള്ള പ്ലാൻ തയ്യാറാക്കിയതും ഞാൻ തന്നെയാമനെ. സ്നേഹബന്ധത്തിന്റെ പേരിൽ ഒരാളെ ബലിയാടാക്കാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ തുറന്നു പറയുന്നത്. ജയിലിലായാലും വീട്ടിലായാലും കണ്ണടച്ച് കിടന്ന ഉറക്കം വരണ്ടേ അമ്മാനെ. ഉറക്കമില്ലാത്ത ഒരാൾ എന്തിനു കൊള്ളാം.
അതുകൊണ്ടാണ് ഞാനിതിപ്പോ പറയുന്നത്. ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ? പൊറിക്കില്ല, ദൈവം ഇതൊന്നും പൊറിക്കില്ല. പ്രോസിക്യൂഷൻ വാദവും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതിയായ വേലായുധനെ കസ്റ്റഡിയിൽ വയ്ക്കാനും ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണനെ ജാമ്യത്തിൽ വിടാനും കോടതി ഉത്തരവാകുന്നു. ഈ കേസിന്റെ അടുത്ത വാദം ഓഗസ്റ്റ് മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ പിന്നെ എന്തിനാ ഈ കിടന്ന് വായിട്ടലച്ചത്? ഇതാണ് വക്കീലെ ശരി, ഇത് തന്നെയാണ് ശരി. ഈ ശരിയാണ് നടപ്പിലാകേണ്ടത്. വാ പറയാം. എന്തായാലും ശാലിനിയുടെ അച്ഛന് ജാമ്യം കിട്ടിയല്ലോ. അതെ, സമയമുണ്ടല്ലോ, ശിക്ഷ ഒഴിവാക്കാൻ നോക്കാം. ടെൻഷൻ ആവണ്ട, വേണ്ടത് നമുക്ക് ചെയ്യാം. സാർ ഒരു മിനിറ്റ്. ആ, ഗോപാലകൃഷ്ണ, എന്തിനാ വേലായുധ നീ എന്നെ ഒഴിവാക്കിയത്? കുറ്റം ചെയ്തത് നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ? ഇത് ദൈവകോപമാണ് ഗോപാലകൃഷ്ണ. നീ എന്നെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ? ഞാനല്ലേ നിന്നെ നിർബന്ധപൂർവം ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോ ഇത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. എന്നാലും എനിക്ക് വേണ്ടി എനിക്കിതൊന്നും പുത്രിയല്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ?